ഹായ് മക്കളെ, നമ്മളിന്ന് ചെമ്മീനും തക്കാളി മുരിങ്ങക്കായും മാങ്ങയും കൂടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചേർക്കേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ച ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉപ്പ്, തേങ്ങ. നമ്മൾ ഒരു അരമുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അരച്ച് ഇതിൽ ചേർക്കും. ഇപ്പം നമ്മൾ ചെമ്മീൻ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ അങ്ങോട്ട് വേവിക്കാൻ വെക്കുകയാണ്. ചെമ്മീൻ വേവിക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചെമ്മീൻ വേകണം. ചെമ്മീനത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ കുടംപുളി, ഒരു ചെറിയ കുടംപുളി കഷ്ണമാണ് നമ്മളിട്ട് വേവിക്കുന്നത്. പിന്നെ നമ്മളിതിൽ മാങ്ങ ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നു. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ, വേവിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, പച്ചമുളക്, പിന്നെ പാകത്തിന് ഉപ്പും. നമ്മളിത് അതിൻ്റെ കൂടെ കരിവേപ്പിലയും കൂടി ഇട്ട്, ഇനി അല്പം മുളക് പൊടി. ഇനി നമ്മളിത് വേവിച്ച് എടുക്കുകയാണ്. നന്നായിട്ട് ചെമ്മീൻ വേകണം, അടിപൊളിയായിട്ട് വെന്തിട്ടേ ബാക്കി ചേരുവ എന്നാലും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മൾ ഈ ചെമ്മീൻ ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പം നമ്മളിനി ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അരമുറി തേങ്ങയാണ് നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ ചെമ്മീൻ ഇറക്കി വെച്ചിട്ട് നമുക്ക് തക്കാളി, മുരിങ്ങക്കായ്, മാങ്ങയും കൂടി ഒന്ന് വേവിക്കാൻ വയ്ക്കാം. തക്കാളി ഇട്ട്, മുരിങ്ങക്കായ് ഇട്ട്, പിന്നെ നമ്മളിത് ഈ മാങ്ങയും കൂടി ഇടുകയാണ്. ഇത് നമ്മൾ ഇനി വേവിക്കാൻ വയ്ക്കുകയാണ്. നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അതിന് നമ്മൾ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി, മാങ്ങയും തക്കാളി മുരിങ്ങക്കായും കൂടി ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ അരയ്ക്കാൻ പോകും. അപ്പം നമ്മുടെ തക്കാളി, മുരിങ്ങക്കായും മാങ്ങയും ഇവിടെ വെന്തു. ഇനി നമ്മൾ ഇത് അരപ്പ് ചേർത്ത് മൂപ്പിച്ച് ചേർക്കുവാണ് തക്കാളിയിലും ചെമ്മീത്തിലും. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടായി.
നമ്മളിതേണ്ട എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടുക് ഇട്ടു. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തീരാറായി. ഇനി നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഇതൊന്ന് ചുമന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉണക്കമുളക് ഇടാൻ. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളി ഒരുവിധം ചുമന്നിട്ടുണ്ട്. ഇനി ഒരു 3-4 ഉണക്കമുളക് അങ്ങോട്ട് ഇട്ടു. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. നല്ലതുപോലെ ഇത് മൂക്കണം. നല്ലതുപോലെ മൂത്തിട്ട് വേണം നമുക്ക് അടുത്തത് തേങ്ങ ഇടാൻ. നമ്മൾ തേങ്ങ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. തേങ്ങ ഒന്ന് പച്ചമണം മാറിയിട്ട് വേണം ബാക്കി തീരുക ചേർക്കാൻ. നന്നായിട്ട് വെള്ളം പറ്റി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. ഈ അരച്ചതിൻ്റെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും തക്കാളിയും മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചച്ചെമ്മീനും തക്കാളി മുരിങ്ങക്കായും മാങ്ങയും ഇവിടെ റെഡിയായി. ഇത് നമുക്ക് നേരത്തെയൊക്കെ കല്യാണ വീടുകളിൽ തലേദിവസം വെക്കുന്ന കറിയാണ്. ഇത് നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ മക്കളെ, എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.